Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Jaya Jaya Sri Chaitanya Jaya Nityananda Jaya Advaita Chandra Jaya Gaura Bhakta Vrinda Jaya Jaya Sri Chaitanya Jaya Nityananda Jaya Advaita Chandra Jaya Gaura Bhakta Vrinda Jaya Jaya Sri Chaitanya Jaya Chandra Jaya Gaura Bhakta Vrinda Hare Krishna Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Hare Krishna നമ്മൾ 106-ാമത്തെ ശ്ലോകം. ഈ ചാപ്റ്റർ കഴിയാറായി, ഇന്നത്തെ തീർക്കണം. സ്വയം ഭഗവാൻ കൃഷ്ണ കൃഷ്ണ സർവാശ്രയ പരമ ഈശ്വര കൃഷ്ണ സർവശാസ്ത്രേകയ. അപ്പം നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അത് പല ശാസ്ത്രങ്ങളിൽ നിന്നും ഉള്ള തെളിവുകൾ സഹിതമാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുന്നത്. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. എല്ലാ വിസ്തരണങ്ങളുടെയും ആദിമൂലം, എല്ലാ ശാസ്ത്രങ്ങളിലും ഭഗവാനെയാണ് പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കുന്നത്. 107 ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പം ബ്രഹ്മസംഹിതയിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ബ്രഹ്മാവും പറയുന്നുണ്ട് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, സർവകാരണ കാരണം, പരമമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന്. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന കൃഷ്ണനാണ് പരമനിയന്താവ്. അവിടുന്ന് ശാശ്വതവും ജ്ഞാനപൂർണവും ആനന്ദപൂർണവുമായിട്ടുള്ള ഒരു ആധ്യാത്മിക ശരീരമുണ്ട്. അത് സച്ചിദാനന്ദ സ്വരൂപനാണ്. സത്ത് ചിത്ത് ആനന്ദം, അതാണ് ശാശ്വതവും ജ്ഞാനപൂർണവും ആനന്ദപൂർണവുമായ ആധ്യാത്മിക ശരീരം എന്ന് വെച്ചാല്. അതുപോലെ തന്നെ അനാദിയാണ്, തുടക്കമില്ലാത്തവനാണ്. ഭഗവാന്റെ മൂലം എന്താണെന്ന് നമുക്കറിയില്ല, അല്ലേ? ഭഗവാനാണ് മൂലം, അത് നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാം ഭഗവാനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സർവകാരണ കാരണം ഭഗവാനാണ്. ഇനി അടുത്തത് 108. സബ സിദ്ധാന്ത തുമി ജാന ഫലമതേ തപോ പൂർവപക്ഷകര ആമാചാലായിതേ. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 108. ഹരേ കൃഷ്ണ. യേ സബ സിദ്ധാന്ത തുമി ജാന ഫലമതേ തപോ പൂർവപക്ഷകര ആമാചാലായിതേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ശാസ്ത്രങ്ങളുടെ നിഗമനങ്ങളെല്ലാം അങ്ങേക്ക് നന്നായി അറിയാം, എന്നിട്ടും എന്നെ വിക്ഷുബ്ധനാക്കാൻ അങ്ങ് വെറുതെ യുക്തിപരമായിട്ടുള്ള ഈ വാദങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാവാർത്ഥം. വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുള്ള പണ്ഡിതനായ ഒരു വ്യക്തിക്ക് ശ്രീകൃഷ്ണനെ പരമദൈവതമായി അംഗീകരിക്കാൻ ശങ്കയുണ്ടാവില്ല. അത്തരം ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ വാദിക്കുന്നു എന്ന് കണ്ടാൽ അത് തീർച്ചയായും എതിരാളികളുടെ മനസ്സുകളെ വിക്ഷുബ്ധമാക്കാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പം ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത് എന്താണ്? ആരെ കുറിച്ചിട്ടാണ്? നമ്മൾ ഇതിനു മുൻപ് ഒരു ക്ലാസ്സിലും പറഞ്ഞു, മായാവാദികൾ. അവർക്കറിയാം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, പക്ഷെ അവര് സമ്മതിച്ചു തരില്ല. അപ്പൊ ഇവിടെ പറയുകയാണ്, എല്ലാ ശാസ്ത്രങ്ങളുടെയും നിഗമനങ്ങളെ പണ്ഡിതനായ അങ്ങേക്ക് അറിയാം. അത് മായാവാദിയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്നിട്ടും അങ്ങ് ഇത് സമ്മതിച്ചു തരാതെ എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭഗവാനല്ല പരമദിവ്യോത്തമ പുരുഷൻ, വിഷ്ണുവാണ്
വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് കൃഷ്ണൻ എന്ന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം ഭഗവാനാണ് പരമസത്യം, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് നിങ്ങൾ അത് മറച്ചു വെച്ച് സംസാരിക്കുന്നു? ഇത് വേദശാസ്ത്രങ്ങളൊക്കെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് നന്നായിട്ടും അറിയാം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. അപ്പൊ എന്നിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും വെറുതെ വാദിക്കുന്നത് എന്തിനാണ്? ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? എതിരാളികളുടെ, അതായത് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരുടെ മനസ്സുകളെ വിക്ഷുബ്ധമാക്കാൻ, അവരെ പ്രകോപിപ്പിക്കാൻ മാത്രമല്ലേ അങ്ങ് ഇങ്ങനെ പറയുന്നത്? അടുത്തത് 109. ശ്രീകൃഷ്ണ അവതാരി വ്രജേന്ദ്ര കുമാര आपने चैतन्य रूपे कैला अवतार. हरे कृष्णा. हरे कृष्ण माताजी, प्रणाम. हरे कृष्ण. श्री कृष्ण अवतारी व्रजेंद्र कुमार आपने चैतन्य रूपे कैला अवतार. हरि ओम तत्सत्. हरे कृष्ण. हरे हरे श्री कृष्ण अवतारी ब्रजेंद्र कुमार आपने चैतन्य रूपे कैल अवतार. हरे कृष्ण माताजी, प्रणाम. नमो भगवते वासुदेवाय. श्री कृष्ण अवतारी ब्रजेंद्र कुमार आपने चैतन्य रूपे कैल अवतार. हरे कृष्ण माताजी. हरे कृष्ण. श्री कृष्ण अवतारी ब्रजेंद्र कुमार हरे कृष्ण आपने चैतन्य रूपे कैला अवतार. हरे कृष्ण. ഹരേ കൃഷ്ണ. വിവർത്തനം. അവതാരിയായ അതേ ശ്രീകൃഷ്ണൻ ബ്രജേന്ദ്ര നന്ദനൻ എന്ന് അറിയപ്പെടുന്നു. അവിടുന്ന് നേരിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചു. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? ബ്രജേന്ദ്ര നന്ദനനാണ്. അതല്ലാണ്ട് വസുദേവപുത്രനാണെന്നോ ദേവകി നന്ദനെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലല്ല കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. പിന്നെയോ ബ്രജേന്ദ്ര നന്ദനൻ എന്നാണ് പറയുന്നത്. അതായത് ബ്രജത്തിലെ രാജാവാരാണ്? നന്ദഗോപര്. നന്ദഗോപരുടെ മകനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അറിയപ്പെടുന്നത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. അതേവ ചൈതന്യ ഗോസാനി പരതത്വ സീമ താണ്ഡ്രേ ക്ഷീരോദകശായി കഹി കി താണ്ഡ്ര മഹിമ. ഹരേ കൃഷ്ണ. हरे कृष्ण. हरे कृष्ण माताजी. अत एव चैतन्य गोसानि परतुसीमा. പരതത്വസീമ. परतत्वसीमा तांड्रे क्षीरोदशाई कहि की तन्म महिमा. हरे कृष्ण. हरे कृष्ण. अत एव चैतन्य गोसानि परतत्व सीमा तांड्रे क्षीरोदशाई कहि की तांड्र महिमा. हरे कृष्ण माताजी. ഹരേ കൃഷ്ണ. कृष्ण माताजी. नमो भगवते वासुदेवाय. अद्यैव चैतन्य गोसानि परतत्व सीमा तांड्रे क्षीरोदकशायी कहि की तांड्र महिमा. हरे कृष्ण. ഹരേ കൃഷ്ണ. വിവർത്തനം. അതുകൊണ്ട് ശ്രീ ചൈതന്യൻ പരമനിരപേക്ഷ സത്യമാകുന്നു. അവിടുന്ന് ക്ഷീരോദശായി വിഷ്ണു എന്ന് വിളിക്കുന്നത് അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവും ആരാണ്? പരമനിരപേക്ഷ സത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. അതുകൊണ്ട് മഹാപ്രഭുവിനെ നമ്മൾ ക്ഷീരോദശായി വിഷ്ണുവായിട്ട് സംബോധന ചെയ്യുന്നത് ഉചിതമല്ല. കാരണം എന്താണ്? അവതാരങ്ങളൊക്കെ ക്ഷീരോദശായി വിഷ്ണുവിൽ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ക്ഷീരോദശായി വിഷ്ണുവാണ് ഭഗവാൻ എന്ന് പറയുന്നത് അത് ശരിയല്ല, അനുയോജ്യമല്ല എന്നാണ് പറയുന്നത്. ഇനി 111. സീതാ ഭക്തേരവാക്യ നഹേ വ്യഭിചാരി സകല സംഭവേ താന്തേ യാതേ അവതാരി. ഹരേ കൃഷ്ണ. हरे कृष्ण माताजी. श्वेता भक्तेरवाक्य नहे व्यभिचारी सगल संभवे तांदे यादे अवतारी. हरे कृष्ण माताजी. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തേയിത ഭക്തേരാവാക്യ നഹേ വ്യഭിചാരി സകല സംഭവേ താന്തേ യാദേ അവതാരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ചെയ്ത ഭക്തരെ വാക്യനാകെ വ്യവചാരി സകല സംഭവേ തന്തേ യദ അവതാരി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. പക്ഷെ ആത്മാർത്ഥതയുള്ള ഒരു ഭക്തന്റെ അത്തരം വാക്കുകൾ തെറ്റാവില്ല. ആദിപുരുഷനാകയാൽ അവിടുന്നിൽ എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം ഒരു ശുദ്ധഭക്തൻ അങ്ങനെ സംബോധന ചെയ്താല് അതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഭക്തവത്സലനാണ് ഭഗവാൻ. ഭഗവാനെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഏതു പേര് വിളിച്ചാലും ഭഗവാനെ യാതൊരുവിധ കുഴപ്പവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഭക്തന്മാർ അവരവരുടെ ഇഷ്ടത്തിനാണ് ഭഗവാനെ സംബോധന ചെയ്യുന്നത്. അങ്ങനെ ക്ഷീരോദശായി വിഷ്ണുവായിട്ട് നമുക്ക് സംബോധന ചെയ്യാം. പക്ഷെ ഭഗവാൻ ക്ഷീരോദശായി വിഷ്ണു അല്ല. സ്വയം പരമസത്യമാണ്, പരമ ദിവ്യോത്തമ പുരുഷനാണ്. ഇനി അടുത്തത് 112. അവതാരീര ദേഹേ സഭ അവതാരേര സ്ഥിതി കേഹോ കോനമതേ കഹേ മനയാരമതി. ഹരേ കൃഷ്ണ. 112. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അവതാരിരദേഹേ സഭ അവതാരേര സ്ഥിതി കേഹോ കോനമതേ കഹേ യമനായാരമതി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അവതാരീരദേഹേ സഭ അവതാരേരസ്ഥിതി കേഹോ കോനാമതേ കഹേ യമനായാരമതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അവതാരീര ദേശേ സഭ അവതാരേര സ്ഥിതി കേഹോ കേനാമതേ കേഹേ യേനാമന ഏമന യാരാമതി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. മറ്റവതാരങ്ങളെല്ലാം അവതാരിയിൽ അന്തർലീനമായി സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം നോക്കുമ്പോൾ ഒരുവന് തന്റെ അഭിപ്രായം അനുസരിച്ച് ഏതവതാരമായി വേണമെങ്കിലും അവിടുന്ന് സംബോധന ചെയ്യാം. ഭാവാർത്ഥം. ഒരു ഭക്തൻ ഭഗവാനെ അവിടുത്തെ വിവിധ സമഗ്ര വിസ്തരണങ്ങളിൽ ഏത് നാമത്തിൽ വിളിക്കുന്നതും വൈരുദ്ധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ആദിപുരുഷനിൽ അത്തരം വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. സമഗ്ര വിസ്തരണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മൂലവ്യക്തിയിലായതിനാൽ അവിടുന്ന് ഈ നാമങ്ങളിൽ ഏതിനാൽ വേണമെങ്കിലും സംബോധന ചെയ്യാം. ശ്രീ ചൈതന്യ ഭാഗവതത്തിൽ മധ്യഖണ്ഡം 6:95 ശ്രീ ചൈതന്യൻ പറയുന്നു, ഞാൻ ക്ഷീരസാഗരത്തിൽ നിദ്രയിലായിരുന്നു. പക്ഷേ നാഡ എന്ന അപരനാമമുള്ള ശ്രീ അദ്വൈത പ്രഭുവിന്റെ വിളിയാൽ ഞാൻ ഉണർത്തപ്പെട്ടു. ഇവിടെ ഭഗവാൻ തന്റെ ക്ഷീരോദശായി വിഷ്ണു രൂപത്തെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന എല്ലാ അവതാരങ്ങളും ആരിലുണ്ട്? അവതാരിയിലുണ്ട്. ആരാണ് അവതാരി? ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ അവതാരങ്ങളും വിസ്തരണങ്ങളും എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മൂല കാരണം ആരാണ്? പരമദ്വ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അങ്ങനെ നോക്കിയാല് ഭഗവാനെ നമുക്ക് ഏതവതാരമായിട്ടും, അതായത് ക്ഷീരോദശായി വിഷ്ണുവായിട്ടോ ശ്രീരാമനായിട്ടോ നരസിംഹമായിട്ടോ ഒക്കെ സംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പം ഒരു ഭക്തൻ ഭഗവാനെ അവിടുത്തെ സമഗ്ര വിസ്തരണങ്ങളിൽ ഏത് നാമത്തിൽ വിളിക്കുന്നതും വൈരുദ്ധ്യമല്ല. കാരണം എന്താണ്? എല്ലാം ആരിലുണ്ട്? ഭഗവാനിലുണ്ട്, കൃഷ്ണനിലുണ്ട്. ഈ സമഗ്ര വിസ്തരണങ്ങളും അവതാരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആരിലാണ്? ശ്രീകൃഷ്ണ ഭഗവാനിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 1000 രൂപ നോട്ട് എടുത്തു. ആ 1000 രൂപയല്ലേ ആ 1000 രൂപ മാത്രമേ ഉള്ളൂ? ഇല്ല. 5 രൂപയുണ്ട്, 10 രൂപയുണ്ട്, 20 രൂപയുണ്ട്, 50 രൂപയുണ്ട്, ഇല്ലേ? 100 രൂപയുണ്ട്, 200 രൂപയുണ്ട്. ഇതെല്ലാം 1000-ൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാനിലെ എല്ലാ അവതാരങ്ങളും വിസ്തരണങ്ങളും എല്ലാം തന്നെ ഭഗവാനിലുണ്ട്. അപ്പം ഭഗവാനെ മറ്റേ ഏത് പേര് വിളിച്ച് സംബോധന ചെയ്താലും അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീ ചൈതന്യ ഭാഗവതത്തിലെ മധ്യഖണ്ഡത്തിൽ പറയുന്നുണ്ട്, ഞാന് ക്ഷീരസാഗരത്തില് നിദ്രയിലായിരുന്നു. അപ്പൊ എന്നെ ആരാണ് ഉണർത്തിയത്? നാഡ എന്ന അപരനാമമുള്ള അദ്വൈത പ്രഭു ആണ് എന്നെ ഉണർത്തിയത്. അപ്പം ഇവിടെ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നത് ആരാണ്? ക്ഷീരോദശായി വിഷ്ണു, അല്ലേ? അപ്പൊ മഹാപ്രഭു ആരായിട്ടാണ് ഇവിടെ പറയുന്നത്? ഞാന് ക്ഷീരോദശായി വിഷ്ണുവാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം അദ്വൈതാചാര്യരുടെ പ്രാർത്ഥന മൂലമാണ്
ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത് ഇല്ലേ? അന്നത്തെ ആ കാലത്തെ ഭാരതത്തിലുടനീളം ഭക്തിയില്ല, ഭക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഭക്തി ഒരു ബിസിനസ് മാതിരിയാണ് ആൾക്കാരെ എടുത്തിരുന്നത്. പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി. ജനങ്ങളെ കൊണ്ട് യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്തിട്ട് അവരുടെ കീശ വീർപ്പിക്കുക. അതുപോലെ തന്നെ വേദപഠനമൊക്കെ ഒരു തൊഴിൽ പോലെയാണ് അവർ കണക്കാക്കിയിരുന്നത്. ഇതിൽ മനം നൊന്തിട്ട് അദ്വൈതാചാര്യരെ താളഗ്രാമവും തുളസിയിലയും പിന്നെ ഗോപീചന്ദനവും വെച്ചിട്ട് ഭഗവാനെ മനസ്സുനൊന്ത് പ്രാർത്ഥിച്ചു. അദ്വൈതാചാര്യരുടെ പ്രാർത്ഥന എവിടം വരെ കേട്ടു എന്നാ പറയുന്നത്? വൈകുണ്ഠത്തിൽ വരെ മുഴങ്ങി കേട്ടു. അത്ര മനസ്സുനൊന്ത് പ്രാർത്ഥിച്ചു. അവതരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഭാരതത്തിലെ ഭക്തി എന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം വന്നേ പറ്റൂ. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. ഇനി അടുത്ത ശ്ലോകം 113. കൃഷ്ണ കേ കഹേ കേഹ നര നാരായണ കേഹോ കഹേ കൃഷ്ണ ഹയ സാക്ഷാത് വാമന. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ നര നാരായണ കേഹോ കഹേ ഹയ സാക്ഷാത് വാമന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. हरे कृष्ण। हरे नमो कृष्ण। भगवते वासुदेवाय। कृष्ण के कहे कह नर नारायण देहो कहे कृष्ण कय साक्षात वामन. हरे कृष्ण माधव. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീകൃഷ്ണൻ സ്വയം നരനാരായണന്മാരാണെന്ന് ചിലർ പറയുന്നു. മറ്റുള്ളവർ പറയുന്നു അവിടുന്ന് സാക്ഷാൽ വാമനനാണെന്ന്. ഇപ്പം നമുക്കറിയാം കൃഷ്ണനും അർജുനനും നരനാരായണന്മാരായിട്ട് കണക്കാക്കാറുണ്ട് ഇല്ലേ? നരനും നാരായണനും ആണെന്ന്. ചിലര് പറയുന്നത് എന്താ? വാമനമൂർത്തിയാണ് കൃഷ്ണൻ. ഇങ്ങനെ പലരും പലതരത്തിൽ അഭിപ്രായപ്പെടും. അവരെ പല പേരുകളില് കൃഷ്ണനെ വിളിക്കുകയും ചെയ്യും. ഇനി അടുത്തത് 114. കേഹോ കഹേ കൃഷ്ണ ക്ഷീരോദശായി അവതാര അസംഭവാൻ ഹേ സത്യവചന സബാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേ കൃഷ്ണ ക്ഷീരോദശായി അവതാര അസംഭവന ഹേ സത്യവചന സബാര. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കേഹോ കഹേ കൃഷ്ണ ക്ഷീരോദശായി അവതാര അസംഭവന ഹേ സത്യവചന സബാര. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കേഹോ ഹരേ കഹേ കൃഷ്ണ ക്ഷീരോദശായി അവതാര അസംഭവന ഹേ സത്യവചന സംഭാര. ഹരേ കൃഷ്ണ. महाराज ഹരേ ओम नमो भगवते वासुदेवाय। हे हो कहे कृष्ण क्षीरोदश अवतार असंभवान हे सत्य वचन संभार. हरे कृष्ण. ഹരേ കൃഷ്ണ. വിവർത്തനം. കൃഷ്ണൻ ക്ഷീരോദശായി വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ചിലർ പറയുന്നു. ഈ പ്രസ്താവനകളൊന്നും അസംഭവ്യമല്ല. ഓരോന്നും മറ്റുള്ളവ പോലെ ശരിയാണ്. അപ്പം കൃഷ്ണൻ ക്ഷീരോദശായി വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ചിലർ പറയുന്നു. നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാവരും പറയുന്നത് എന്താണ്? വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ, ഒരു സാധാരണ മനുഷ്യനാണ് എന്നൊക്കെയാണ് പലരും പലതരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇത് ഓരോന്നും മറ്റുള്ളവ പോലെ ശരിയാണ്. കാരണം എന്താണ്? അവർക്ക് ആ തലത്തിൽ നിന്ന് ചിന്തിക്കാനേ കഴിയുള്ളൂ. വിഷ്ണുവിന്റെ അവതാരം എന്ന് പറയുമ്പോൾ ഏത് വിഷ്ണു ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിയുമില്ല, അവർക്കതിൽ താല്പര്യവുമില്ല. ലഘുഭാഗവതാമൃതത്തില് പറയുന്നത് എന്താണ്? അതേവ പുരാണാദോ കേച്ചിൻ നരസഖാത്മത മഹേന്ദ്രാനുജതാം കേച്ചിത് കേച്ചിത് ക്ഷീരാബ്ദിശായിതാം സഹസ്രശീർഷതാം കേച്ചിത് കേച്ചിത് വൈകുണ്ഠനാഥതാം ബ്രൂയോ കൃഷ്ണസ്യ മുനിഃ തത്തദൃക്സനു ഗാമിനഃ. അതായത് ശ്രീകൃഷ്ണനും ഭക്തരും തമ്മിലുള്ള ഉറ്റ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പുരാണങ്ങൾ അവിടുന്ന് വിവിധ നാമങ്ങളിൽ വർണ്ണിക്കുന്നു. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് തന്റെ ഭക്തരെന്ന് പറയുന്നത്. ആ ഭക്തർ ഏത് തരത്തിൽ സംബോധന ചെയ്താലും എങ്ങനെ പെരുമാറിയാലും ഭഗവാനത് സന്തോഷമാണ്. ചിലപ്പോൾ അവരെ നാരായണനായിട്ട് പറയും, ചിലപ്പോൾ ഉപേന്ദ്രനായിട്ട് അതായത് വാമനൻ എന്ന് വിളിക്കും ഇല്ലേ? ചിലപ്പോൾ ശ്രീകൃഷ്ണ ക്ഷീരോദശായി വിഷ്ണുവായിട്ട് പറയും, ചിലപ്പോൾ ആദിശേഷനായിട്ട് പറയും, ചിലപ്പോൾ വൈകുണ്ഠനാഥനായിട്ട് അവരെ ഭഗവാനെ സംബോധന ചെയ്യും. ഇതൊന്നും തെറ്റല്ല. കാരണം ഭക്തർ അവരുടെ മനോഭാവത്തിനനുസരിച്ചിട്ടാണ് ഭഗവാനെ സംബോധന ചെയ്യുന്നത്.
115. ഹേ ഹോ കഹേ പരവ്യോമേ നാരായണ ഹരി സകല സംഭവേ കൃഷ്ണേ യാതേ അവതാരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേ കഹേ പരവ്യോമേ നാരായണ ഹരി സകല സംഭവേ കൃഷ്ണേ യാദേ അവതാരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ചിലർ അവിടെ തന്നെ ഹരി എന്നോ പരവ്യോമത്തിലെ നാരായണൻ എന്നോ വിളിക്കുന്നു. എല്ലാം കൃഷ്ണനിൽ സാധ്യമാകുന്നു. കാരണം അവിടുന്നാണ് ആദിപുരുഷൻ. അപ്പൊ ഹരി എന്നോ നാരായണൻ എന്നോ വിഷ്ണു എന്നോ എന്നൊക്കെ സംബോധന ചെയ്താലും അതെല്ലാം ഭഗവാനിലുണ്ട്. എല്ലാം തന്നെ ഭഗവാനിലുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അതെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ആദിപുരുഷൻ. നമുക്ക് ജീവ ഗോസ്വാമിയുടെ ഗോപാലചമ്പു വായിച്ചു കഴിഞ്ഞാൽ അതില് പറയുന്നുണ്ട്. ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് പറയുമ്പോൾ വസുദേവരുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനോടൊപ്പം നരസിംഹം, നാരായണൻ, ശ്രീരാമൻ ഇവരുടെയൊക്കെ ശക്തികളും കൂടി വസുദേവരുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ട്. അവിടെ നിന്നും ദേവകി മാതയുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പം ഇവരെല്ലാം ഒരുമിച്ച് പ്രവേശിക്കുക എന്നല്ല അർത്ഥം. ഇവരെല്ലാം തന്നെ ഭഗവാനിലുണ്ട്. ഭഗവാന്റെ ശക്തിയായിട്ട് ഇവരെല്ലാം തന്നെ കൂടെയുണ്ട്. കാരണം ഈ അവതാരങ്ങളും വിസ്തരണങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. അതാണ് ഞാൻ നോട്ടിന്റെ ഉദാഹരണം പറഞ്ഞത്. നമ്മൾ 1000 രൂപ എന്ന് പറയുമ്പോൾ അത് 1000 അല്ല. അതിൽ നിന്ന് നമുക്ക് 50 എടുക്കാം, 100 എടുക്കാം, ഇല്ലേ? 250 എടുക്കാം, 300 എടുക്കാം, 500 എടുക്കാം. അതുപോലെയാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ വിസ്തരണങ്ങള്, എല്ലാ അവതാരങ്ങളെ എല്ലാം തന്നെ ഭഗവാനിലുണ്ട്. ഇനി 116. സഭാശ്രോതാഗണേരാകരി ചരണ വന്ദന ഏ സഭ സിദ്ധാന്ത ശൂന്യ കരി ഏകമന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഭാ ശ്രോതാഗണേരാകരി ചരണ വന്ദന യേ സഭാ സിദ്ധാന്ത ശൂന്യ കരി ഏകമന. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഭസ്രോത ഗണേര കരി ചരണ വന്ദന ഏ സഭ സിദ്ധാന്ത ശൂന കരി ഏകമന. ഹരേ കൃഷ്ണ മദൻ. ഹരേ കൃഷ്ണ. സഭശ്രോതഗണേരാകരി ചരണ പതന ഏ സഭാ സിദ്ധാന്ത ശൂന്യ കരി ഏകമന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കരി ചരണ വന്ദന ഏ സഭാ സിദ്ധാന്ത ശൂന്യ കരി ഏകമന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ സംവാദം ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നവരുടെ എല്ലാ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. ദയവായി ഈ പ്രസ്താവനകളുടെ എല്ലാം അന്തിമ തീരുമാനം ശ്രദ്ധാപൂർവം കേൾക്കൂ. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് വായനക്കാരുടെ ചരണങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിരപേക്ഷ സത്യത്തെ സംബന്ധിച്ച ഈ നിർണായകമായ വാദം ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം വാദങ്ങൾ ശ്രവിക്കുന്നതിൽ ഒരിക്കലും ഇഷ്ടക്കേട് കാട്ടരുത്. കാരണം ഇത്തരം ജ്ഞാനത്തിലൂടെ മാത്രമേ ഒരുവന് കൃഷ്ണനെ ശരിയായി അറിയുവാൻ കഴിയുകയുള്ളൂ. അപ്പം ഇവിടെ കൃഷ്ണദാസ് കവിരാജ് പറയുകയാണ്, ഈ സംവാദം ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നവരുടെ എല്ലാ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. അപ്പം നമ്മൾ ഇത് വായിക്കുന്നവരെയും കേൾക്കുന്നവരുടെ എല്ലാ പാദങ്ങളില് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രണമിക്കുന്നു. എന്തിനാണ്? ഈ പരമ നിരപേക്ഷ സത്യത്തെ കുറിച്ചുള്ള സംവാദമാണ്. പലരും പലരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ അത് ശ്രദ്ധാപൂർവം ശ്രവിക്കണം. അപ്പം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിൽ നിങ്ങൾ മടി കാട്ടരുത്. കാരണം നമുക്കറിയാം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഇവിടെ ഭഗവാനല്ല വിഷ്ണുവാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇത് തെറ്റാണ്, അതുകൊണ്ട് നമുക്കിത് വായിക്കണ്ട, ഇത് കേൾക്കണ്ട എന്ന് വെച്ച് നമ്മളിത് മാറ്റി വെക്കാൻ പാടില്ല. ഇങ്ങനെ പലരുടെയും അഭിപ്രായങ്ങള് ഇതിൽ പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്തിനാണ്? നമ്മളെ ഉറപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണ്, വിഷ്ണുവിന്റെ അവതാരമോ ഒന്നുമല്ല, ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്. ആ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് നമ്മളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ പലരുടെയും അഭിപ്രായങ്ങൾ എടുത്ത് ഇതില് പറഞ്ഞു തന്നിരിക്കുന്നത്.
അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയെങ്കിലേ നമ്മളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയുള്ളൂ, നമുക്ക് ഉറച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. അപ്പൊ ഇനി അതിന് യാതൊരു മാറ്റവും വരരുത്. ആ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നതും. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവും പരമദിവ്യോത്തമ പുരുഷനാണ്, ആദി പുരുഷനാണ്, കാരണമാണ് എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 117. സിദ്ധാന്ത ബലിയ ചിത്തെ ന്യാകര അലസ ഇഹാഹൈദേ കൃഷ്ണേ ലാഗേ സുദൃഢ മാനസ. ഹരേ കൃഷ്ണ. വേഗം വായിക്കുന്ന ആരെങ്കിലും ഹരേ വായിക്കുന്നുണ്ട്? കൃഷ്ണ മാതാജി. സിദ്ധാന്ത ബലിയ ചിത്തെ നകര അലസ ഇഹാഹൈദേ കൃഷ്ണ ലാഗേ സുദൃഢ മാനസ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സിദ്ധാന്ത ബലിയ ചിത്തെ നഗര അലസ ഇഹ ഹൈദേ കൃഷ്ണ ലാഗേ സുദൃഢ മാനസ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കൃഷ്ണനെ മനസ്സിലാക്കാനായിട്ട് ഇത് ഞാൻ ചുരുക്കി പറയാം, വിവർത്തനം വായിക്കാം. ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യൻ സിദ്ധാന്തങ്ങളുടെ ഇത്തരം സംവാദങ്ങൾ വിവാദപരമായിരിക്കുമെന്ന് കരുതി അവയെ അവഗണിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം സംവാദങ്ങൾ മനസ്സിനെ സുദൃഢമാക്കുകയും അപ്രകാരം മനസ്സ് കൃഷ്ണനിൽ ഉറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ആ ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഭഗവാൻ ആരാണ്, എന്താണ്, ഭഗവാന്റെ സ്ഥാനം എന്താണ്, അപ്പം നമ്മൾ ജീവാത്മാക്കളുടെ സ്ഥാനം എന്താണ്, ജീവാത്മാക്കൾ ആരാണ്, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എന്താ പറയുക, ലോഭം, കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് നീക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ചിലരെ ഭഗവത്ഗീത എത്ര തവണ വായിച്ചാലും ഭാഗവതമൊക്കെ എത്ര തവണ കേട്ടാലും വായിച്ചാലും പിന്നെയും ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? അവര് ശരിയായിട്ടുള്ള ആധികാരിക സ്രോതസ്സിൽ നിന്നല്ല അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ആധികാരിക അല്ലെങ്കിൽ പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് ആ ഗുരുവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു സംശയവും വരില്ല ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന്. നമ്മൾ ഉറപ്പിക്കും ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ, മറ്റാരുമല്ല, വിഷ്ണുവുമല്ല, ഒന്നുമല്ല എന്ന് നമുക്ക് തീർത്തും ബോധ്യം വരും. അപ്പം ഇങ്ങനെയുള്ളവര് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആധികാരിക സ്രോതസ്സിൽ നിന്നുള്ള അറിവില്ല, ആ ജ്ഞാനം അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവരെ മറ്റുള്ളവർ അതും ഇതൊക്കെ പുലമ്പി നടക്കുന്നതെന്നാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് നവതാ ഭക്തിയിലൂടെ, അതായത് ശ്രവണം, കീർത്തനം മുതലായവയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഉള്ളില് ഓൾറെഡി ഭക്തിലതയാകുന്ന ബീജമുണ്ട്. ആ ബീജത്തെ നമ്മൾ വളർത്താതിരുന്നാൽ അത് അവിടെ കിടന്ന മൊട്ടായി കിടന്ന കരിഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് ശ്രവണ കീർത്തനങ്ങൾ അതിന് വെള്ളമൊഴിച്ച വളമിട്ട് നമ്മൾ വളർത്തിയെടുത്ത് ആ ഭക്തിലതയാകുന്ന ബീജത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എത്തിക്കണം. അത് നമ്മളുടെ സാധന കൊണ്ടേ സാധിക്കുകയുള്ളൂ. തിരുനാമ ജപവും ഭക്തിയുടെ സേവനവും ശാസ്ത്രങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമ്മൾക്ക് ആ ഭക്തിലതയെ പോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ വിനയത്തോടെ, ഗുരുവിന് സേവനം ചെയ്ത വിനയത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഭഗവത്ഗീത 4:34 പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അപ്പം ഒരു ആധ്യാത്മിക ഗുരുവിനെ, ആധികാരികമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് ആ ഗുരുവിനെ വിനയത്തോടെ സേവനം ചെയ്ത് പരമസത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ബ്രഹ്മാവാണ് നമുക്ക് ഈ അറിവുകളൊക്കെ തന്നത്. ഭഗവാൻ ആദ്യം ബ്രഹ്മാവിനാണ് ഈ അറിവ് കൊടുത്തത്. ബ്രഹ്മാവ് അത് കൈമാറി നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള മുക്താത്മാക്കളെ നമ്മൾ പിന്തുടരണം. എന്ന് വെച്ചാൽ മഹാജനോ ഏന ഗഥ സാപന്ത, അവരുടെ കാലടികൾ പിന്തുടരുക എന്ന് വെച്ചാൽ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഉപദേശാമൃതത്തിലും പറയുന്നുണ്ട്, ഉപദേശാമൃതത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു ആധ്യാത്മിക ഗുരു എങ്ങനെയായിരിക്കണമെന്നില്ലേ.
വാചോവേഗം മനസാ ക്രോധവേഗം ജിഗ്വാവേഗം ഉദരോപസ്ഥവേഗം ഏതാൻ വേദാൻ യോ വിഷയാധിധീര സർവമഭീമ പൃഥ്വീംസ ശിഷ്യാത്. ഒരു ആധ്യാത്മിക ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം? തൻ്റെ നാവിനെ നിയന്ത്രിച്ചവന്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവന് ഒക്കെ ആയിരിക്കണം ആധ്യാത്മിക ഗുരു. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സ്വയം സാക്ഷാത്കാര പാതയിലാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരു സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവിനെ നമ്മളെ പോലുള്ള പതിതാത്മാക്കളെയും ആ തലത്തിൽ എത്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ആധ്യാത്മിക ഗുരുവിനുണ്ട്. അതുകൊണ്ടാണ് പരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ഒരു ഗുരുവിനെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഗുരുവിനെ സ്വീകരിക്കുന്നു എന്ന് വെച്ചിട്ട് ഗുരുവിനെ നമ്മൾ അനുകരിക്കാനേ പാടില്ല. ഗുരുവെ പറയുന്ന ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കാൻ ഒരിക്കലും അവരെ അനുകരിക്കരുത്. കാരണം അവരൊക്കെ ആ സാക്ഷാത്കാര തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ ഇവിടെ പിച്ച വെച്ച് തട്ടിയും മുട്ടിയും വീണു ഉരുണ്ടുപുരണ്ട് എണീറ്റും ഒക്കെ നമ്മൾ മുന്നോട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും ആ സാക്ഷാത്കാര തലത്തിലെ ഹയർ ലെവലിൽ സ്ഥിതി ചെയ്യുന്നവരെ അനുകരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അങ്ങനെയുള്ള ഭക്തൻ എന്താണ് പറയുന്നത്? ശിലാഹൃദയരെന്നാ പറയുന്ന, കല്ലുപോലെ ഹൃദയമുള്ളവർ, അതായത് കഠിന ഹൃദയരാണെന്നാണ് ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. അതായത് പൂർവാചാര്യന്മാരെ അനുഗ്രഹിക്കുകയും അവരെ തത്വത്തിൽ അവരുടെ ആശയങ്ങളെ പിന്തുടരുകയും ചെയ്യാതിരിക്കുന്നവരെ, അങ്ങനെയുള്ള വൈഷ്ണവരെ ശിലാഹൃദയരാണ്, കഠിന ഹൃദയരാണ്. അതുപോലെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രവിക്കുകയും ഭഗവാന്റെ തിരുനാമം ചെയ്യുകയും സങ്കീർത്തനം ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു വരുന്നില്ല എങ്കിൽ, ശരീരം രോമാഞ്ചം കൊള്ളുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള നമ്മളും ആരാണ്? കഠിന ഹൃദയരാണ്. പക്ഷെ സങ്കീർത്തനത്തിലൊക്കെ ഓരോരുത്തരും നൃത്തം ചെയ്യുന്ന കാണണം. നൃത്തം ചെയ്യുന്നത് എങ്ങനെ വേണം? നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഭാവം വരണം. ആ ഭാവത്തോടെ വേണം നൃത്തം ചെയ്യാൻ. അല്ലാതെ വെറുതെ ആ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നത് കൊണ്ട് ഭക്തിയാവില്ല, അത് ഡിവോഷൻ ആവില്ല. നമ്മളുടെ ഉള്ളിൽ ആ ഭാവം വന്ന ഭാവത്താൽ വേണം നമ്മൾ നൃത്തം ചെയ്യാൻ. നമുക്കറിയാം ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മൾ കാണും ഇനി വരുന്ന അധ്യായങ്ങളിൽ കൂടി. രഥയാത്രയുടെ സമയത്തൊക്കെ ആ രഥത്തിന്റെ മുൻപിൽ അവര് സങ്കീർത്തനം ചെയ്ത് നൃത്തം ചെയ്യുമായിരുന്നു മഹാപ്രഭു. അതൊക്കെ എന്താണ്? ഭാവത്തോടെയാണ്. അങ്ങനെ വേണം ഭഗവാന്റെ മുൻപിൽ നൃത്തം ചെയ്യാൻ. അപ്പൊ നമ്മളുടെ ഹൃദയം മാറണമെങ്കിൽ, ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ നീക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കണം, ശ്രവിക്കണം. ശ്രവണം കൊണ്ട് മാത്രമേ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ നീക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭക്തരുടെ സംഘം എടുക്കണം. ഭക്തരുടെ അസോസിയേഷനിലിരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം നീക്കി ഹൃദയശുദ്ധി കൈവരാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ ചിലര് പറയുന്നു ഈ ശാസ്ത്രങ്ങൾ യാതൊരു കാര്യവുമില്ല എന്ന്. പക്ഷെ ജീവാഗോസ്വാമി പറയുന്നത് എന്താണ്? പറയുക മാത്രമല്ല, അദ്ദേഹം ഷഡ് സന്ദർഭങ്ങൾ എന്ന് പറയുന്ന 6 സന്ദർഭങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 6 സിദ്ധാന്തങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നുണ്ട് നമ്മൾ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, അതുപോലെ ചെറിയ ബുക്കുകൾ, ഇതെല്ലാം അതുപോലെ തന്നെ മറ്റ് ആചാര്യന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാനും ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. നമ്മളെ ഉള്ളിലെ ഹൃദയം വിശുദ്ധമാക്കാനും നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലര് പറയും സേവനം ഒന്നും ചെയ്യണ്ടെന്ന്. അതൊക്കെ തെറ്റാണ്. ഭഗവാനെ സംതൃപ്തിപ്പെടുത്താന് കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഭഗവാനെ സംതൃപ്തനാക്കാൻ വേറെ ഒരു വഴിയുമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഭഗവാന് സംതൃപ്തി വരില്ല. കൃഷ്ണാവബോധത്തിൽ വന്ന് തിരുനാമം ജപിക്കുകയും ശാസ്ത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതുപോലെ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഭഗവാന് സന്തോഷവാനാകുകയുള്ളൂ. ഇനി അടുത്ത ശ്ലോകം 118. ചൈതന്യ മഹിമാജാനി സിദ്ധാന്തേ ചിത്തദൃഢ ഹനാലാകെ മഹിമാജ്ഞാന ഹൈദേ. ആരെങ്കിലും ഒരാൾ വായിക്കാട്ടോ. മാതാജി. ചൈതന്യ മഹിമാജാനി സിദ്ധാന്തേ
ചിത്തദൃഢഹന ലാഗേ മഹിമജ്ഞാന ഹൈദേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. അത്തരം സൈദ്ധാന്തിക പഠനങ്ങളാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹിമാനങ്ങൾ ഞാൻ അറിയുന്നു. ഈ മഹാത്മ്യങ്ങൾ അറിയുന്നതിലൂടെ മാത്രമേ ഒരുവന് ദൃഢഭക്തിയും അവിടുന്നതിനോടുള്ള സ്ഥിരമായ ആസക്തിയും സംഭവ്യമാവുകയുള്ളൂ. ഭാവാർത്ഥം. ആചാര്യന്മാരുടെ നിഗമനങ്ങളുടെ നിർവ്യാജമായ പഠനത്തിലൂടെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള തികഞ്ഞ അറിവോടുകൂടിയുള്ള സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ഒരുവന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹത്വങ്ങളെ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? മഹാപ്രഭുവിന്റെ മഹത്വം നമ്മളെ അറിയിക്കാനാണ്. മഹാപ്രഭു ഒരു സാധാരണ മനുഷ്യനല്ല, സ്വയം ഭഗവാൻ തന്നെയാണ്, ആദി പുരുഷനാണ്. അങ്ങനെ നമുക്ക് കൃഷ്ണനോട് എത്രമാത്രം ഭക്തിയും ആദരവും ഉണ്ടോ അതേപോലെ തന്നെ ആദരവും ബഹുമാനങ്ങളും ഭക്തിയും എല്ലാം നമുക്ക് ആരിലും വേണം, മഹാപ്രഭുവിലും വേണം. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 119. ചൈതന്യ പ്രഭുര മഹിമ കഹി ഭാരതരെ കൃഷ്ണേര മഹിമ കഹി കരിയ വിസ്താരേ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹിമാനങ്ങൾ വ്യക്തമാക്കുന്നതിനായി ശ്രീകൃഷ്ണന്റെ മഹിമാനങ്ങളെ വിശദമായി വിവരിക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അധ്യായത്തിൽ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് മഹാപ്രഭു. അതിലാർക്കും സംശയമേ വേണ്ട, ആരും തർക്കിക്കുകയേ വേണ്ട. ഭഗവാനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, ഭഗവാൻ എങ്ങനെയാണോ പരമദിവ്യോത്തമ പുരുഷനായത്, അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിലും ആ ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ മഹാപ്രഭു തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ. ആ മഹാപ്രഭുവാണ് ഈ കലിയുഗത്തിന്റെ ആദിയില് യുഗസന്ധ്യയില് നമ്മുടെ ഭൗതിക ലോകത്തിൽ അവതരിച്ച് നമുക്ക് ഭഗവാന്റെ തിരുനാമം എല്ലാവർക്കും വിതരണം ചെയ്തത്. ഇനി അടുത്തത് 120. ചൈതന്യ ഗോസാനീര ഈ തത്വ നിരൂപണ സ്വയം ഭഗവാൻ കൃഷ്ണ വ്രജേന്ദ്ര നന്ദന. വ്രജേന്ദ്ര നന്ദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നതാണ് അന്തിമ തീരുമാനം. ഇവിടെ വീണ്ടും വ്രജേന്ദ്ര നന്ദനൻ, അതായത് നന്ദസുതനായിട്ടാണ് ഇവിടെ കൃഷ്ണനെ പറയുന്നത്. ആ കൃഷ്ണൻ തന്നെയാണ്, നന്ദഗോപരുടെ മകനായ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അത് ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഇത് ഉറപ്പിക്കുക. ശ്രീരൂപ രഘുനാഥ പദേയാര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. അങ്ങനെ നമ്മൾ 2ാമത്തെ അധ്യായം കവർ ചെയ്തു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷൻ എന്ന 2ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണമാകുന്നു. അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനാണ്, സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഈ 2ാമത്തെ അധ്യായത്തില്? മഹാപ്രഭു പറഞ്ഞത് ചൈതന്യ മഹാപ്രഭു അവതരിക്കണമെന്ന് പറഞ്ഞത് അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞല്ലേ? അതെ. അത് അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞ ശങ്കരാചാര്യാണോ? അല്ല, അദ്വൈതാചാര്യര് വിഷ്ണു തത്വം. ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. പ്രഭു ആദ്യ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ്, ഇതെല്ലാം ആദ്യം പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. നമ്മൾ ഇന്നുകൂടി പറയാം. പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറയാം. എന്റെ പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു. ഏത് ഭാഗ പുസ്തകം എന്നുള്ളതേ? അത് 2ാം അധ്യായം, ആദിലീല 2ാം അധ്യായം കഴിഞ്ഞു. ഇനി 3ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അദ്വൈതാചാര്യരെ വിഷ്ണു തത്വം പ്ലസ് ശിവതത്വമാണ്. അതായത് നമുക്ക് പഞ്ചതത്വം, 5 തത്വങ്ങളുണ്ട്. അതേ കുറിച്ചൊക്കെ ഞാൻ വിസ്തരിച്ചു. പക്ഷെ ഇനി പറയാം, ഇനി വരുന്ന അധ്യായങ്ങളിലൊക്കെ ഇത് വീണ്ടും വരുന്നുണ്ട്. ഞാനിത് വീണ്ടും ആവർത്തിക്കാം. ഇപ്പൊ ഇത് 3ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊന്ന് 46 ആയതേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് തുടങ്ങി വെക്കാം. ഇതിലെ ശ്രീ ചൈതന്യ അവതാരത്തിന്റെ ബാഹ്യ കാരണങ്ങൾ. അപ്പൊ മഹാപ്രഭുവാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് ഇനി ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ആ ഒരു
ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളെ നമ്മളും മനസ്സിലാക്കാൻ, എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇനി മഹാപ്രഭു അവതരിക്കുന്നതിന്റെ ബാഹ്യ കാരണങ്ങളെ കുറിച്ചിട്ടാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, മഹാപ്രഭുവിന്റെ അവതാരത്തിന് 2 കാരണങ്ങളുണ്ട്. ബാഹ്യ കാരണവുമുണ്ട്, ആന്തര കാരണങ്ങളും ഉണ്ട്. 3-ാമത്തെ അധ്യായത്തിലെ ബാഹ്യ കാരണങ്ങള്, 4-ാമത്തെ അധ്യായത്തിലെ ആന്തര കാരണങ്ങള്, അത് കഴിഞ്ഞിട്ട് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് ഒരു അധ്യായം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്വൈതാചാര്യരെ കുറിച്ചിട്ട് ഒരു അധ്യായം വരുന്നുണ്ട്. അപ്പൊ അതില് വീണ്ടും നമുക്ക് പഴയ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തു പോകാം. അപ്പൊ ഇവിടെ ചൈതന്യ അവതാരത്തിന്റെ ബാഹ്യ കാരണങ്ങൾ, ഈ അധ്യായത്തിൽ ഗ്രന്ഥകർത്താവായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനുള്ള ബാഹ്യ കാരണങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്തിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ലീലകൾ പ്രദർശിപ്പിച്ചതിന് ശേഷം താനും സ്വദാസന്മാരും സുഹൃത്തുക്കളും മാതാപിതാക്കളും പ്രേമികമാരും തമ്മിൽ നടന്ന പരസ്പര സേവനത്തിന്റെയും പ്രേമവിനിമയത്തിന്റെയും അതീന്ദ്രിയ രസം നേരിട്ട് വിശദീകരിക്കുന്നതിന് ഒരു ഭക്തന്റെ രൂപത്തിൽ അവതാരമെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ചിന്തിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ വന്ന് ലീലകളും നടത്തി, ഇല്ലേ? അച്ഛനമ്മമാരോടും ഗോപികമാരോടും ഗോപന്മാരോടൊപ്പം പലതരത്തിലുള്ള ലീലകളും നടത്തി, പല അസുരന്മാരെയും വധിച്ചു. എന്നിട്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. അപ്പം ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മൾ ശാസ്ത്രങ്ങളിൽ നിന്നാണ്, ഇല്ലേ? ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ, ഇപ്പോഴാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതം കിട്ടിയത്. ഭാഗവതത്തിൽ കൂടിയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയത്, ഇല്ലേ? അപ്പം ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഭാഗവതം ഒന്നും കിട്ടുകയില്ലായിരുന്നു. ഭഗവാൻ സ്വധാമത്തിലിരുന്ന് ചിന്തിച്ചു, ഞാൻ ഇവിടെ നടത്തിയ ലീലകളൊക്കെ ഈ കലിയുഗത്തിൽ വരുന്ന പതിതാത്മാക്കൾ എങ്ങനെ മനസ്സിലാക്കും, അവരെങ്ങനെ എന്നെ ആരാധിക്കും, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് അവരെങ്ങനെ മനസ്സിലാക്കും, ഇതൊക്കെ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു. അങ്ങനെയാണ് ഒരു ഭക്തന്റെ രൂപത്തില് മഹാപ്രഭു ഭഗവാനായിട്ടല്ല വന്നത്. മഹാപ്രഭു ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമുക്ക് കാണാം, ഇനി ലീലകളിലേക്ക് കടക്കുമ്പോള്, മഹാപ്രകാശ ലീലയൊക്കെ വരുമ്പോഴ പലരും മഹാപ്രഭുവിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് സ്വയം നാരായണനല്ലേ, കൃഷ്ണനല്ലേ എന്ന്. മഹാപ്രഭു ഒരിക്കൽ പോലും സമ്മതിച്ചിട്ടില്ല. മഹാപ്രഭു അവിടുന്ന് വേഗം സ്ഥലം വിട്ടു പോവുകയാ ചെയ്യുക. പിന്നീട് അവിടെ നിൽക്കില്ല ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാല്. അപ്പൊ ഒരു ഭക്തനായിട്ടാണ് വന്നിരിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു. എന്തിനു വേണ്ടിയിട്ട്? എങ്ങനെ ഭഗവാനെ നമ്മൾ ആരാധിക്കണം. ഭാഗവതം എന്ന് പറയുന്നത് തിയറിയാണ്, ചൈതന്യ ചരിതാമൃതം പ്രാക്ടിക്കലാണ്. നമ്മൾ എങ്ങനെ ഭഗവാനെ ആരാധിക്കണം, എങ്ങനെ ഭഗവാന്റെ തിരുനാമം ജപിക്കണം, എങ്ങനെ നമുക്ക് ഭഗവാനെ സംതൃപ്തനാക്കാം എന്നൊക്കെ നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരികയായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. സങ്കീർത്തന പ്രസ്ഥാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഭക്തന്മാർ ഒരുമിച്ച് ചേർന്ന് ഭഗവാനെ പ്രകീർത്തിക്കുക, അതാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ കലിയുഗത്തിലെ സങ്കീർത്തന യജ്ഞം അല്ലെങ്കിൽ ജപയജ്ഞം കൊണ്ട് ജപയജ്ഞം മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം എന്താണ്? സത്യയുഗത്തിലൊക്കെ മനുഷ്യൻ ആയുസ് കൂടുതലാണ്. 1,00,000 വർഷം ആയുസ് ഉണ്ടായിരുന്നു. അന്ന് അവരെ ഭൂരിഭാഗം 70,000 80,000 വർഷമൊക്കെ അവരെന്ത് ചെയ്യും? അവര് തപസ്സിൽ ഏർപ്പെട്ട ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ നടത്തുമായിരുന്നു. അല്ലാണ്ട് ഈ 1,00,000 ആയുസ് കൊണ്ട് എന്താ ചെയ്യുക? പിന്നീട് ത്രേതായുഗം വന്നപ്പോൾ അത് 10,000-ആയി. അപ്പോഴേ യാഗങ്ങളെ യജ്ഞങ്ങളൊക്കെ ചെയ്തവര് സമയം കഴിച്ചുകൂട്ടി. ദ്വാപരയുഗത്തിലാണെങ്കിൽ വിഗ്രഹാരാധന തുടങ്ങി. ആ ദ്വാപരയുഗത്തിലാണ് അബ്ജാവിഗ്രഹത്തെ ആരാധിക്കാൻ ആരംഭിച്ചത്. അപ്പം വയസ്സ് എത്രയായിരുന്നു? 1000 വർഷം ആയിരുന്നു മനുഷ്യന്റെ ആയുസ്. കലിയുഗത്തിലാണെങ്കിലും വെറും 100 വർഷമാണ് നമുക്ക് ആയുസ്. ഈ 100 വർഷം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് മഹാപ്രഭു നമുക്കത് എളുപ്പമാക്കി. ഈ 100 വയസ്സ് കൊണ്ട്, അതും സെഞ്ചുറി അടിക്കുന്നവർ എത്ര പേരാ? വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ആയുസ് കുറവാണ്. അപ്പം ആ ഉള്ള ആയുഷ്കാലം കൊണ്ട് ഭഗവാനെ നമ്മൾ സേവനം ചെയ്തും ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവത് പ്രാപ്തി കൈവരിക്കട്ടെ എന്നുള്ള നമ്മളോടുള്ള ദയ കൊണ്ടാണ്. നമ്മൾ പതിതാത്മാക്കളാണ്. അങ്ങനെയുള്ള പതിതാത്മാക്കളോടുള്ള ദയ കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ച് നമുക്ക് ഭഗവാന്റെ തിരുനാമം, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം നമുക്ക് തരാൻ വേണ്ടിയാണ് മഹാപ്രഭു ആയിട്ട് ഭഗവാൻ ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണോ തന്റെ നിത്യപാർശ്വതരുമായിട്ട് ഈ ഭൗമ വൃന്ദാവനത്തിലെത്തിയത്, അതേപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ നിത്യപാർശ്വതരുമായിട്ടാണ് ഇവിടെ വന്നത്.
അവരിൽ മുഖ്യരായിട്ടുള്ളവരിൽ ചിലരെ പഞ്ചതത്വ, അതായത് അദ്വൈതാചാര്യരെ, നിത്യാനന്ദ പ്രഭു, പിന്നെ ഗദാധര പണ്ഡിറ്റ്, ശ്രീവാസ ഠാക്കൂർ, ഇങ്ങനെ 5 പേര് അവരിലെ മുഖ്യരാണ്. അപ്പം ആ കൃഷ്ണനാണ് നവദ്വീപിൽ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായി സ്വയം ആവിർഭവിച്ചത്. ഈ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ ചൈതന്യൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ എന്ന് സമർത്ഥിക്കുന്നതിന് കൃഷ്ണദാസ് കവിരാജൻ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും മറ്റു വേദശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആധികാരിക തെളിവുകൾ ഇവിടെ അവതരിപ്പിക്കുന്നു. അത് നമ്മൾ കണ്ടു ഈ അധ്യായത്തിൽ, കഴിഞ്ഞ 2ാമത്തെ അധ്യായത്തില്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനിൽ മാത്രം ദൃശ്യമാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തിരുമേനിയിലും കാണുന്നതിനെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. ശ്രീ ചൈതന്യൻ തന്റെ പാർഷദരുമായി, അതായത് നിത്യാനന്ദൻ, അദ്വൈതൻ, ഗദാധരൻ, ശ്രീവാസൻ പ്രത്യക്ഷനായത് ഹരേ കൃഷ്ണ കീർത്തനത്തിന്റെ പ്രത്യേക പ്രാധാന്യം പ്രചരിക്കുന്നതിനായിരുന്നുവെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്യുന്നു. ചൈതന്യ ഭഗവാന്റെ ആവിർഭാവം പരമപ്രസക്തവും അതേസമയം രഹസ്യവുമാണ്. തന്നെ അവതാരമാണ് മഹാപ്രഭു. ആർക്കും അറിയില്ലായിരുന്നു മഹാപ്രഭു സ്വയം ഭഗവാനാണെന്ന്. വളരെ അടുത്ത പാർഷദർക്ക് മാത്രമാണ് ഇത് കൃഷ്ണൻ അനുവാദം കൊടുത്തിരുന്നുമില്ല. അതീവ രഹസ്യമായിട്ടാണ് ഭഗവാന് മഹാപ്രഭുവായിട്ട് ബംഗാളില് അവതരിച്ചത്. പരിശുദ്ധ ഭക്തരാലും ഭക്തിയുടെ സേവന പ്രക്രിയയിലൂടെയും മാത്രമേ അവിടുന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ തന്നെ ഒരു ഭക്തനായി അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിത്വം ഗോപ്യമാക്കി വെക്കാൻ ശ്രമിച്ചു. അത് ഭക്തനായിട്ട് വന്നത് അതിനു വേണ്ടിയിട്ടാണ്, രഹസ്യമായിട്ട് വെക്കാൻ. ഞാൻ കൃഷ്ണനാണ് എന്നാരും അറിയാൻ പാടില്ല. എന്നാൽ പരിശുദ്ധ ഭക്തന്മാർക്ക് അവിടുത്തെ പ്രത്യേക സവിശേഷതകളാൽ അവിടുന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. വേദങ്ങളും പുരാണങ്ങളും ചൈതന്യ ഭഗവാന്റെ ആവിർഭാവം പ്രവചിച്ചിട്ടുണ്ടെങ്കിലും അവിടുന്ന് ചിലപ്പോൾ പരമപുരുഷ ഭഗവാന്റെ ഛന്ന അവതാരം എന്ന് പറഞ്ഞാല് നിഗൂഢമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള അവതാരം വിളിക്കപ്പെടുന്നത് തികച്ചും അർത്ഥപൂർണമാണ്. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാവിന്റെ സമകാലികനായിരുന്നു. മഹാപ്രഭുവിന്റെ അച്ഛന്റെ ജഗന്നാഥ മിശ്രയുടെ ആ സുഹൃത്തായിരുന്നു അദ്വൈതാചാര്യർ. അതുകൊണ്ട് മഹാപ്രഭു അദ്വൈതാചാര്യർക്ക് പിതാവായിട്ടാണ് കണ്ടിരുന്നത്. അവിടുന്ന് ലോകത്തിന്റെ അവസ്ഥയിൽ വളരെയധികം ദുഃഖിച്ചു. കൃഷ്ണന്റെ അവതാരത്തിന് ശേഷവും ആർക്കും കൃഷ്ണന്റെ ഭക്തിയുടെ സേവനത്തിൽ താല്പര്യം ഉണ്ടാകാത്തതായിരുന്നു അവിടുത്തെ ദുഃഖത്തിന് കാരണം. ലോക ജനതയുടെ ഭഗവത് വിസ്മൃതി വളരെ ആഴമേറിയതായിരുന്നതിനാൽ ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ ജനങ്ങളെ ബോധദീപ്തരാക്കാൻ കൃഷ്ണൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് അദ്വൈത പ്രഭുവിന് ബോധ്യമായി. 33 കോടി ദേവീദേവന്മാരുണ്ട്, അവരാരും വന്നിട്ട് ഒരു കാര്യവുമില്ല. സ്വയം കൃഷ്ണൻ വന്നെങ്കിൽ മാത്രമേ ഈ കലിയുഗത്തിലെ പതിതാത്മാക്കളെ മോചനത്തിന് കാരണമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്വൈതാചാര്യര് മനസ്സുനൊന്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. തുളസീദളവും ഗംഗാജലവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ വരവിന് വേണ്ടി അവിടുന്ന് കേണപേക്ഷിച്ചു. തന്റെ പരിശുദ്ധ ഭക്തരിൽ സംപ്രീതനായ ഭഗവാൻ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവതാരം കൊണ്ടു. അങ്ങനെ അദ്വൈത ആചാര്യനാൽ സംപ്രീതനായി ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് 1ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? ഇത്തിരി സ്പീഡ് കൂട്ടി. ഞാൻ ഇന്ന് ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തിരി സ്പീഡ് കൂട്ടിയത്.